ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യത്യസ്തമായ 10 തരം ചെടികളുടെ ഒരു കോംബോ ഓഫേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും മാത്രമല്ല ഫ്ലവറിങ് പ്ലാന്റ്സുകളും അതുപോലെ ക്രീപ്പേഴ്സുമെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 10 പ്ലാന്റുകളും കേരളത്തിൽ എവിടെയായാലും കൊറിയർ ചാർജ് ഇല്ലാതെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. മാത്രവുമല്ല, ചെടികളുടെ പരിചരണ രീതിയൊന്നും കൂടുതൽ അറിയാത്ത ബിഗിനേഴ്സിന് പോലും വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ്സുകളാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം തന്നെ ഇതുപോലെ നല്ല വെൽ റൂട്ടഡ് ആയ ഹെൽത്തി പ്ലാന്റ്സുകളാണ്. ഈ ഒരു 10 പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നമുക്ക് ഓരോ പ്ലാന്റ്സുകളുടെയും സൈസ് സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അവിടെ ഫ്ലവറിങ്ങും നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് റൂട്ടിയ ഫ്രൂട്ടിക്കോസ എന്നറിയപ്പെടുന്നൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇതൊരു സ്ട്രബാണ്. കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. ഈ ഒരു സൈസിലുള്ള നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത്. ഈ കവറോട് കൂടെ തന്നെ അല്പം മണ്ണ് മാത്രം ഇതിൽ നിന്ന് ഒഴിവാക്കിയ ശേഷം ഈ കവറോട് കൂടിയാണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ അയച്ചു തരുന്നത്. ഈ ഒരു പ്ലാന്റിനെ നിങ്ങൾക്ക് നിലത്തോ പോട്ടിലോ ഒക്കെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് റെഡ് പോയിൻസിറ്റിയുടെ ട്വിസ്റ്റഡ് ടൈപ്പാണ്. ഇതുപോലെ ഒരു ചുരുണ്ട പൂക്കളായിരിക്കും ഇതിലുണ്ടാകുക. പൂക്കളല്ല, ലീഫുകളാണ് പോയിൻസിറ്റിയുടെ റെഡ് ഷെയ്ഡിലേക്ക് മാറുന്നത്. ഇതും നല്ല വെൽ റൂട്ടഡ്, ഈ കവറിൽ നിന്നും പുറത്തേക്ക് വേര് വന്ന് തുടങ്ങിയ പ്ലാന്റ്സുകളാണ് അയക്കുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് മണ്ണ് ഒഴിവാക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞ ശേഷം ആ കവറിലേക്ക് മണ്ണ് ആഡ് ചെയ്ത് അങ്ങനെ നിലനിർത്താനായിട്ടും സാധിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് ടെക്കോമ ക്യാപ്പൻസിസ് ആണ് കേട്ടോ. ഓറഞ്ച് നിറത്തിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാകും. ഇത് ക്രീപ്പറല്ല, കുറ്റിച്ചെടിയാണ്. ഇതിന് നോർമൽ പോട്ടി മിക്സ് തന്നെ മതി. മണ്ണും ചാണകപ്പൊടിയും അല്പം ചകിരിച്ചോറ് വേണമെങ്കിൽ, നിർബന്ധമില്ല, വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്നത് ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഗാർലിക് വൈൻ. ഗാർലിക് വൈൻ കുറ്റിച്ചെടിയായിട്ട് നമുക്ക് വളർത്താം, അതുപോലെ ക്രീപ്പറായിട്ട് അങ്ങനെ പടർത്തി വിടാനായിട്ടും സാധിക്കുന്നതാണ്. ഓരോ പ്ലാന്റ് സൈസും ഇതുപോലെ എടുത്ത് കാണിക്കുന്നത് നമ്മൾ ഏത് സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് അയക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടും പിന്നെ ആ കവറിൽ നിന്നും പുറത്തേക്ക് റൂട്ട് വന്നത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. അടുത്തായിട്ട് ബൊഗൈൻവില്ലയാണ്. ഇത് നോർമൽ ടൈപ്പ് തന്നെയാണ്. ഇതുപോലത്തെ ഒരു പിങ്ക് ഷെയ്ഡ്, ഒരു മജന്ത ഷെയ്ഡിലുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത്. മിക്സഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഏത് കളേഴ്സാണെന്ന് നമ്മൾ കൺഫേം ആയിട്ട് പറയുന്നില്ല. കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ്. ഇതും നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ്. അടുത്തായിട്ട് വരുന്നത് ഫയർ ക്രാക്കറാണ് കേട്ടോ. ഇതുപോലെ റെഡ് കളറിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഇതിനല്പം ക്രീപ്പ് ചെയ്ത് വിടാനായിട്ടും സാധിക്കും. അതെല്ലാം നമ്മളൊരു പോട്ടിലാക്കിയിട്ട് ഒരു മതിലിൻ്റെ പൊക്കത്തോ ഒരു തിണ്ടിലൊക്കെയാണ് കയറ്റി വെക്കുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടന്ന് നിറച്ചും പൂക്കളുണ്ടാകും. നിലത്ത് വളർത്തിയാലും കുഴപ്പമില്ലാത്തൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് നല്ല വെൽ റൂട്ടഡ് പ്ലാന്റാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഇൻഡോർ പ്ലാന്റാണ്. ചൈന ഡോൾ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫുകൾ എല്ലാ സമയത്തും ഫുൾ ഗ്രീനിഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ പ്ലാന്റ് ഒരു നിത്യഹരിത ചെടി എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. അടുത്തായിട്ട് വരുന്നത് വെരിഗേറ്റഡ് ചൈനീസ് ലെഗസ്ട്രോ ആണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒറ്റ പ്ലാന്റായിട്ട് അങ്ങനെ വളർത്താം, അതുപോലെ തന്നെ ബോർഡർ പ്ലാന്റ് ആയിട്ടും വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഏത് ഷേപ്പിലും വെട്ടി ഇതിനൊരു ബോൺസായി ആക്കി എടുക്കാനും അനായാസം തന്നെ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡൻ സൈപ്രസ് ആണ്. ഗോൾഡൻ സൈപ്രസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റാണ്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ചെടി തന്നെയാണ്. പക്ഷെ നല്ല ഭംഗിയുള്ള, നമ്മുടെ വീടുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ്. നിലത്തും പോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ ഈ പ്ലാന്റ്സുകളൊക്കെ കിട്ടിക്കഴിഞ്ഞ ഉടൻ തന്നെ നിലത്ത് വെക്കാതെ തൽക്കാലം ഒരു പോട്ടിൽ വെക്കുന്നതാണ് കൂടുതൽ ഉത്തമം. നെക്സ്റ്റ് വൺ വരുന്നത് ചൈനീസ് ഹാറ്റ്. ഇതിൻ്റെ റെഡ് ഷെയ്ഡാണ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതും നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ തന്നെയാണ്. ഇതിനെ വെട്ടി നിർത്തുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ബൊഗൈൻവില്ലയൊക്കെ വളർത്തുന്ന പോലെയാണ്. വെട്ടി നിർത്തി കുറ്റിച്ചെടിയായിട്ട് പോട്ടിൽ അങ്ങനെ വളർത്താം. നിലത്ത് വളർത്തിയിട്ട് കുറച്ചൊന്ന് പടർത്തി വിടാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ പടർന്ന് കയറിയിട്ട് നിറച്ചും പൂക്കളുണ്ടാകുകയും ചെയ്യുന്നൊരു പ്ലാന്റ് കൂടിയാണ് ഈ ചൈനീസ് ഹാറ്റ്. എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റാണ് കേട്ടോ. ഈ 10 പ്ലാന്റിൻ്റെ കൂടെ പ്രൈസ് വരുന്നത് കേരളത്തിൽ എവിടെയായാലും 645 രൂപയാണ്. ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത്.
ഞാൻ നേരത്തെ പറഞ്ഞു ഈ പ്ലാന്റ് എല്ലാം തന്നെ ആ കവറിൽ മണ്ണോട് കൂടെ അല്പം മണ്ണൊഴിവാക്കിയ ശേഷമാണ് അയക്കുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ റീപോർട്ട് ചെയ്യണമെന്നില്ല. ഇപ്പോൾ മഴയൊക്കെയാണ്, അപ്പോൾ പെട്ടെന്ന് നമുക്ക് പോട്ടി മിക്സൊക്കെ തയ്യാറാക്കിയിട്ട് പ്ലാന്റ്സുകൾ നടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ കവറിലേക്ക് അല്പം കൂടെ മണ്ണ് ആഡ് ചെയ്തിടുക. ആ കവറൊന്ന് ഫില്ല് ചെയ്ത ശേഷം അതുപോലെ തന്നെ ചെറിയൊരു സൈഡിലേക്ക് നല്ല മഴച്ചാറ്റിലൊന്നും കൊള്ളാത്ത ഭാഗത്തേക്ക് മാറ്റി വെച്ച്, എന്നാൽ ഒരുപാട് ഷെയ്ഡായി പോകരുത്, നല്ല വെളിച്ചമുള്ളൊരു ഭാഗത്തേക്ക് വെച്ചിട്ട് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം 1 മാസത്തിന് ശേഷമൊക്കെ റിപ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.